അതുകൊണ്ട് നമ്മൾ എവിടെ യാത്ര ചെയ്യുമ്പോഴും അത് യാത്ര ചെറുതാവട്ടെ വലുതാവട്ടെ, വാഹനം ചെറുതാവട്ടെ വലുതാവട്ടെ, ഏത് സമയത്തും നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ ഈ ആയത്ത് ഓതിക്കൊണ്ടായിരിക്കണം യാത്ര ചെയ്യേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ ദിവസവും വാഹനങ്ങളിൽ ഒരുപാട് സഞ്ചരിക്കുന്നവരാണ്. ചിലപ്പോൾ വാഹനം ഓടിക്കുന്നവരാവാം, അല്ലെങ്കിൽ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാകാം, അല്ലെ? നമുക്ക് എവിടെ പോകണമെങ്കിലും നമ്മൾ സാധാരണ വാഹനത്തിലാണ് പോകാറുള്ളത്. അത് ഏത് വാഹനമാവട്ടെ, ചിലപ്പോൾ ചെറിയ സൈക്കിള് മുതൽ മോട്ടോർ സൈക്കിള്, കാറ്, ബസ്, ലോറി, ട്രെയിന്, ഫ്ലൈറ്റ്, കപ്പല്, ഏതും ആവട്ടെ, ചെറുതായാലും വലുതായാലും നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. ഞാനൊക്കെ ദിവസവും ഒരുപാട് കിലോമീറ്റർ വാഹനം ഓടിക്കാറുണ്ട്. ആ യാത്രയിൽ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി, അള്ളാഹുവിന്റെ കാവല് ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ചെറിയ 2 ആയത്തുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ കാണിച്ചു തന്നതാണ്. അവിടുന്ന് ഒരു വാഹനത്തിൽ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ യാത്ര പോകുന്ന സമയത്ത് 3 തക്ബീർ ചൊല്ലിയിട്ട് ഈ പരിശുദ്ധ ഖുർആനിലെ സുഹ്റുഫ് സൂറത്തിലെ 13ഉം 14ഉം ആയത്തുകൾ അടങ്ങുന്ന ആ 2 ആയത്തുകൾ ഓതുമായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ സാധാരണ ഒരു ദിക്റോ എന്തെങ്കിലും പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങളോട് പറയാറുണ്ട്, ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കിയതല്ല, നമുക്ക് മുമ്പേ അറിയുന്നതാണ്. അത് നമ്മൾ വേണ്ടത്ര ഗൗരവത്തിൽ എടുക്കാത്തതാണ് ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്നത് എന്ന്. അതുപോലെ തന്നെയാണ് ഇതും നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഏതാണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഈ വാഹനത്തിനെ എനിക്ക് കീഴ്പ്പെടുത്തി തന്ന, ഈ വാഹനത്തിനെ എനിക്ക് യാത്രായോഗ്യമാക്കി തന്ന അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധനാക്കുന്നു. ഞങ്ങൾക്ക് ഇതിനെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. മാത്രമല്ല ഞങ്ങളുടെയൊക്കെ മടക്കം അള്ളാഹുവിലേക്ക് തന്നെയാകുന്നു എന്ന് അർത്ഥം വരുന്ന ഈ പരിശുദ്ധമായ ആയത്ത് നമ്മൾ യാത്രാ സമയത്ത് ഓതിയാൽ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക തരമായ ഒരു ഹിഫ്ള്, ഒരു കാവല് നമുക്കുണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എവിടെ യാത്ര ചെയ്യുമ്പോഴും അത് യാത്ര ചെറുതാവട്ടെ വലുതാവട്ടെ, വാഹനം ചെറുതാവട്ടെ വലുതാവട്ടെ, ഏത് സമയത്തും നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ ഈ ആയത്ത് ഓതിക്കൊണ്ടായിരിക്കണം യാത്ര ചെയ്യേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ പ്രത്യേകതരമായ ഹിഫ്ളിൽ നമ്മളെല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Ujas Creation YouTube channel. Like, share, comment and subscribe.